ആദ്യം ഒരു നിക്ഷേപ തട്ടിപ്പ് വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ പത്തടിപ്പാലത്ത് പ്രവർത്തിക്കുന്ന അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി അധികൃതരാണ് നിക്ഷേപകരെ പറ്റിച്ച് 70 കോടി രൂപയുമായി മുങ്ങിയത്. തട്ടിപ്പിനിരയായ ആളുകൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതികൾ ഒളിവിലാണ് എന്ന മറുപടിയാണ് കിട്ടിയത് എന്ന് അവർ പറയുന്നു. മകളുടെ കല്യാണത്തിനായി നിക്ഷേപം നടത്തിയ ആൾക്ക് ക്ലോസ് ചെയ്ത അക്കൗണ്ടിലെ ചെക്കാണ് സ്ഥാപനം നൽകിയത്. സംസ്ഥാനത്ത് 14 ബ്രാഞ്ചുകളാണ് ഈ സ്ഥാപനത്തിന് ഉണ്ടായിരുന്നത്. സ്വന്തം മക്കളുടെ കല്യാണം നടത്താനും വയസ്സാങ്കാലത്ത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുമൊക്കെ നിക്ഷേപം നടത്തിയ പാവങ്ങളെയാണ് പത്തടിപ്പാലത്ത് പ്രവർത്തിക്കുന്ന അഗ്രോ ടൂറിസം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ഉടമയും കുടുംബങ്ങളും ചേർന്ന് പറ്റിച്ചത്. നിക്ഷേപകർ നടത്തിയ പരിശോധനയിൽ 70 കോടി രൂപയാണ് ഉടമയും കുടുംബങ്ങളും ചേർന്ന് മോഷ്ടിച്ചുകൊണ്ട് മുങ്ങിയിരിക്കുന്നത്. പാവപ്പെട്ട നിക്ഷേപകരെ ഉയർന്ന പലിശ വാഗ്ദാനം നൽകി പറ്റിച്ചാണ് കൊച്ചി പത്തടിപ്പാലത്ത് അഗ്രി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി 70 കോടി രൂപയുമായി മുങ്ങിയത്. പെൻഷനായപ്പോൾ ലഭിച്ച സർവീസ് ആനുകൂല്യവും മകളെ കല്യാണം കഴിപ്പിക്കാൻ സൂക്ഷിച്ച പണവുമൊക്കെയാണ് ഓരോരുത്തരും നിക്ഷേപിച്ചത്. നിക്ഷേപ കാലാവധി പൂർത്തിയായവർക്ക് ചെക്ക് വരെ നൽകി. ബാങ്കിലെത്തിയപ്പോൾ അക്കൗണ്ടിൽ പണമില്ല. പലതവണ സംസാരിക്കുമ്പോൾ ജനുവരി തൊട്ട് സംസാരിക്കണാണ്. അപ്പോൾ ഓരോരോ ഡേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം പറഞ്ഞു അയാൾ ലോൺ എടുത്തിട്ട് തരും, ലോൺ എടുക്കാൻ നോക്കണ്, അതിന് തരും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അല്ല എനിക്ക് കുറച്ച് സാവകാശം എന്താ, എൻ്റെ വസ്തു വിറ്റിട്ട് തരാമെന്ന് പറഞ്ഞു. പൈസ അയാൾ എന്താ പറ്റിയെന്ന് അയാൾ പറയണില്ല. പക്ഷെ അയാൾ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ആക്കി. ചിലർക്ക് നൽകിയത് ക്ലോസ് ചെയ്ത അക്കൗണ്ടിന്റെ ചെക്ക്. എൻ്റെ ഒരു 1.5 കോടിയോളം രൂപ ഇതിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. 54 ലക്ഷം കഴിഞ്ഞ മാർച്ചിൽ മെച്യൂരിറ്റി ആയതാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ മെച്യൂരിറ്റി ആയത് കിട്ടാത്തത് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ കുറച്ച് നന്നായി നടത്തിക്കൊണ്ടുപോകേണ്ട ഒരു സൊസൈറ്റീനെ ഇങ്ങനെ അവർ പൊട്ടിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പോഴാണ്. തൃശൂർ സ്വദേശികളായ മുരളീധരൻ, അഖിൽ മുരളി, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരായിരുന്നു സൊസൈറ്റിയുടെ ഭരണം നടത്തിയിരുന്നത്. തട്ടിപ്പ് മനസ്സിലായതോടെ ചിലർ തൃശൂരിലെ വീട്ടിലെത്തി. ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 ലക്ഷം കൊടുത്ത് എൻ്റെ മെച്യൂരിറ്റി ആയി. ഇയാൾ പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു, പൈസ തന്നില്ല. വീട്ടിൽ പോയി റിമോട്ട് കയറ്റും ഭയങ്കരമായ വീടാണ് വെച്ചേക്കണേ. എന്നിട്ടും തന്നില്ല. ഞാൻ നേരെ ഇയാളുടെ മരുമോളുടെ വീട്ടിൽ പോയി. ദേശമംഗലം മരുമോളുടെ അച്ഛൻ്റെ പേര് ശ്രീകുമാർ, അമ്മ ടീച്ചർ, ഈ പെണ്ണിൻ്റെ പേര് അഞ്ജു. ഇത് പെണ്ണും ഈ ഇതിനകത്തുണ്ട്, സ്ഥാപനത്തിനകത്ത്. ഇയാൾ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. എന്നിട്ട് വീട്ടിൽ പോയാൽ പറയാം എൻ്റെ മോൻ്റെ ഭാവി കളഞ്ഞോളൂന്ന്. ഇവിടെ എത്ര പേരുടെ ഭാവി പോയേക്കണെന്ന് അറിയോ? നിലവിൽ സംസ്ഥാന വ്യാപകമായി 15ലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തുവെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല എന്ന മറുപടിയിൽ അന്വേഷണം ഒതുക്കുകയാണ് പോലീസ്. നിക്ഷേപകരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം എങ്ങോട്ട് പോയി എന്നതിലും സ്ഥാപന ഉടമകൾ എവിടെ എന്നതിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ ആവശ്യം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.